ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധത്തെ ഞാൻ വിമർശിച്ചില്ലേ? അത് ഞാൻ വിമർശിക്കും. എന്തുകൊണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുബന്ധം UDF വൻ നഷ്ടം ഉണ്ടാക്കും എന്നല്ല, കേരളത്തിലെ സാമൂഹിക സ്ഥിതി പോലും മാറും. 10% വർഗീയവാദികളില്ലാത്ത കേരളത്തിൽ വലിയൊരു ശതമാനവും ജനാധിപത്യ വിശ്വാസികളാണ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടുകൂട്ടി അവരെന്ന് പറഞ്ഞാൽ ആരാ? അതിന് ജമാഅത്തിനെ അറിയാത്തവരാരാ? ജമാഅത്ത് ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്നത് ഹറാമാണെന്ന് എഴുതി വെച്ച ജനതയാണ്. അവരെ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ വളരെ സമീപമായൊരു ഭാവിയിൽ കേരളം വർഗീയവാദികൾ ഭരിക്കും. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ച് നിൽക്കണം. അതിൽ മതമൊന്നുമില്ല. ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എല്ലാവരും യോജിച്ച് നിൽക്കണം. എന്തുകൊണ്ട്? വർഗീയത വളരരുത്. വർഗീയത വളർന്നാൽ കേരളം വർഗീയത ഭരിക്കും. വർഗീയത കേരളം ഭരിച്ചു കഴിഞ്ഞാലോ വലിയ നഷ്ടം സംഭവിക്കും. ഞാൻ ഈ മിഞ്ഞാത്ത പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ക്ഷയിക്കുന്നതിനെ എനിക്ക് ഭയമാണ്. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷയിച്ചാൽ അതിൻ്റെ ലാഭം എടുക്കുക വർഗീയവാദികളായിരിക്കും. അത് പ്രശ്നം ഇതെന്നൊക്കെ മനസ്സിലാക്കണം. അതിനർത്ഥം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണോ? അതും ചിലപ്പോൾ ആവശ്യമാണ് ഈ സമൂഹത്തിൽ. നമ്മുടെ ബാലൻസ്, നമ്മുടെ കേരളത്തിൻ്റെ ബാലൻസ് നിലനിർത്തിയത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി നിന്നു, കോൺഗ്രസ് കൃത്യമായി നിന്നു, ലീഗ് അവരുടെ കൂടെയും നിന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു വർഗീയതക്കെതിരെ. അതേ സമയത്ത് എന്തെങ്കിലും ലൊട്ടിലൊടുക്കി ന്യായങ്ങൾ പറഞ്ഞ് നമ്മളുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറ വോട്ടാ അവർക്കുള്ളത്. ഇതിനവരെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വലിയ നഷ്ടം സംഭവിക്കും. നമ്മുടെ സാമൂഹിക ഘടന തകരും. എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ച് വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും, ഇതൊരു ടൂളാവും. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? എനിക്കിതൊക്കെ എന്തൊക്കെ ഞാൻ വിമർശിക്കണില്ലല്ലോ. ഞാൻ വിമർശിക്കുന്ന സാമൂഹിക ഘടനയെ തകരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങന്മാർ തകരാൻ പാടില്ല, നശിക്കാൻ പാടില്ല. അവരെ വിമർശിക്കാൻ ഇവിടെ പണ്ട് വിമർശിച്ചിട്ടില്ല. പണ്ട് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിൽ ഒരാൾക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് പൂക്കോയ പാപ്പാൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചായ കൊടുത്തിട്ട് ഇറക്കിയിട്ട് ഗേറ്റിനെ പുറത്താക്കി നിന്നോട് അടക്ക കൊണ്ട് ബാപ്പാജി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൂക്കോൻ്റെ വാതിൽക്കൊക്കെ എഴുതി. എന്നോട് ബാപ്പാജി പറഞ്ഞു നമുക്ക് ആ ജോലി കിട്ടിയില്ലാത്ത വിഷം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ നേതാവിൽ ഞങ്ങൾക്ക് അഭിമാനം. അത്രയും ദീനിയായ നേതാവാണല്ലോ ഞങ്ങളെ നേതാവ്. ആ നേതാവിനെ എന്തിനും വിമർശിക്കണം? പണ്ടൊന്നും തങ്ങന്മാരെ വിമർശിച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ കുറ്റത്തിൽ വിചാരണ്ട. എൻ്റെ കുറ്റത്തിൽ ഞാനും എൻ്റെ റബ്ബ് തമ്മിലേക്കോളാം. എൻ്റെ സ്വർഗം നൽകും നിങ്ങൾ തീരുമാനിക്കണ്ട. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ മൂപ്പർക്ക് സ്വർഗത്തിൽ പോയേ മതിയാവും. അങ്ങനെ നിങ്ങൾ ഇറങ്ങാറാണ്ട. അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എൻ്റെ റബ്ബും ഞാൻ എന്തിനാ പറഞ്ഞ റബ്ബിനറിയാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രസ്ഥാനങ്ങൾ, സമസ്ത, ലീഗ് ഇതൊക്കെ നഷ്ടപ്പെട്ട ഇവിടെ സമൂഹം തകർന്നു പോകും. അതിൽ ഏറ്റവും നല്ല മാതൃക ഇന്നലെ നമുക്കിവിടെ സമൂഹത്തെ നന്നാക്കിയെടുക്കണം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു. സമൂഹം നന്നാക്കിയെടുക്കാൻ ഒരു വയലും പറഞ്ഞിട്ട് കാര്യമില്ല. നേതാക്കൾ നല്ല നിലച്ച് ജീവിച്ചാൽ അനുയായികൾ നന്നാവും. കാന ഖലീലൽ കലാം, സംസാരം വളരെ കുറഞ്ഞ നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. ലോകം കണ്ട മുട്ടാളന്മാർ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ നന്നായി. വയലുണ്ടായിന് മദീനത്തും മക്കത്തും. ദിവസം നേരം വെളുക്കോളം വയലുണ്ടായിരുന്നു. ലേലം പൊളിയും വയലും ഉണ്ടായിരുന്നു മദീനത്തും മക്കത്തും. ഇല്ല, ഒരു മനുഷ്യനായപ്പോൾ അവർ അപ്പൊ ജനങ്ങൾക്ക് മാറിക്കാൻ കഴിഞ്ഞില്ല. ലക്ഷക്കണക്കിന് കോടാനക്കോടി ജനങ്ങൾക്ക് ഇന്ന് നേരം വെളുത്തിട്ട് എന്താ പണി? ആ മനുഷ്യൻ്റെ മാത്രം പറയലല്ലേ. ഇപ്പം നമ്മളിവിടെ എന്തിനാ ഇരിക്കണം? പറ. 1400 ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ, ഫാത്തായി പോയ ഒരു മനുഷ്യന്റെ മാത്രം ഇപ്പോഴും പറഞ്ഞിട്ട് തീർന്നിട്ടില്ല. നമ്മളാരെയും ആ മനുഷ്യനെ കണ്ടിട്ടുണ്ട്? കാണണ്ടുണ്ടോ? നമ്മളെ കൊതിയാണ് കാണുന്നത്. അത്ര നല്ല മനുഷ്യനാണ്. നേതാവ് നന്നാവുക എന്നതിനേക്കാൾ വലിയ പ്രബോധനമൊന്നും നടക്കാനില്ല. നേതാവ് നന്നായാൽ. ഇല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയാം, വരേണ്യവർഗങ്ങൾക്ക് വേറെ നിയമം, സാധുക്കൾക്ക് വേറെ നിയമം. സാധുക്കളെ പേര് കല്യാണത്തിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ടായ വനമയലെന്ന് പുറത്താക്കും.
തങ്ങന്മാരും വലിയ വലിയവരെയും വീടുകളിലൊക്കെ വലിയ കോർപ്പറേറ്റുകൾ വീട്ടിൽ ചന്തി കുലുക്കി കളിയും പാട്ട് കയ്യോട്ടി പാട്ടുണ്ടായ അതിന് പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാവരും ചോറ് തിന്ന് മൂല്യന്മാരും തങ്ങന്മാരും പല്ല് കുത്തിപ്പോരുക, അതിനൊരു വിരോധമില്ല. അങ്ങനെ ആയാൽ ഇവിടുത്തെ ഒരു യൂത്ത് ഉണ്ട്, ആ യൂത്തിന് തോന്നും ഇതൊരു ക്രീമിലെയർ മത, വലിയൊരുക്കൊരു നിയമം ചെറിയവർക്ക് വേറൊരു നിയമം. ഈ കുടുംബത്തിൽ നിന്ന് നിരീശ്വരവാദികൾ ഉണ്ടായാൽ ആരാ ഉത്തരവാദി?